Hello everyone, welcome back to another episode of Paper Plot. First of all, thank you so much to all my subscribers. കാരണം ഐ എം സോ ഹാപ്പി. ഞാൻ ഈ ചാനൽ വെച്ച് ഇവിടേക്ക് എത്തുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് ഞാൻ എൻ്റെ ഒരു പാഷൻ്റെ പുറത്ത് ചെയ്തൊരു കാര്യമാണ്. സോ ഐ എം സോ ഹാപ്പി. പിന്നെ അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട്, താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ യുവർ സപ്പോർട്ട്. അതുപോലെ നിങ്ങളുടെ റെക്കമെൻഡേഷൻസ്, നിങ്ങളുടെ കോമൻസ് ഒക്കെ ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്. ബട്ട് എനിക്ക് എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ വായിക്കാൻ പറ്റില്ല. എനിക്ക് കുറേ വേറെ ബുക്സ് വായിക്കേണ്ടതുകൊണ്ട് തന്നെ. ബട്ട് അത് വിചാരിച്ച് ഞാൻ നിങ്ങളുടെ ഒന്നും മൈൻഡ് ചെയ്യാതിരിക്കുന്നില്ല. എല്ലാം ഞാനൊരു എക്സൽ ഷീറ്റിൽ സേവ് ചെയ്ത് വെക്കാറുണ്ട്, നിങ്ങൾ പറയുന്ന റെക്കമെൻഡേഷൻസ് ഒക്കെ. പിന്നെ എൻ്റെ വീഡിയോ കോണ്ടന്റിനനുസരിച്ച് ഞാനത് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാനും നോക്കാറുണ്ട്. അത് റിലേറ്റഡ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതൊരു വീക്ക്ലി റീഡിംഗ് വ്ളോഗാണ്. ദ ബുക്സ് ഐ എം ഗോയിങ് ടു റീഡ് ഈസ് ഫ്രം യുവർ കമൻറ്റ്സ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുക. ഞാൻ ഇതിൻ്റെ പാർട്ട് 2ഉം പാർട്ട് 3 ഒക്കെ ചെയ്യുമ്പോൾ മേ ബി നിങ്ങളുടെ കമൻറ്റിലുള്ള നിങ്ങളുടെ റെക്കമെൻഡേഷൻസ് ആയിരിക്കും ഞാൻ പിക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഐ വിൽ പിക്ക് ദാറ്റ് ബുക്ക് വൺ ഡേ. ഓക്കെ, ഞാൻ കുറച്ചായിട്ട് ഞാനൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു മെയ്ഡൻസ് വായിക്കാൻ പറഞ്ഞിട്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ലൈബ്രറിയിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്ത് വാങ്ങിയതാണ് മെയ്ഡൻസും. അതുപോലെ റീസെൻ്റ്ലി കണ്ട ഒരു കമൻ്റ് ആയിരുന്നു ദ ലാസ്റ്റ് വൺ അറ്റ് ദ വെഡ്ഡിങ്. സോ അതാണ് എൻ്റെ പ്ലാൻ. മെയ്ഡൻസ് ഞാൻ ഓൾറെഡി തുടങ്ങി, ഓൾമോസ്റ്റ് ഹിയർ പാർട്ട് 2 എത്തി ഞാൻ. ഇതൊരു 92 പേജസ് എങ്ങാണ്ട് എത്തി. ആൻഡ് ഐ എം റിയലി എൻജോയിങ് ഇറ്റ്. അലക്സ് മൈക്കിളൈഡേസിൻ്റെ 3rd ബുക്കാണ് ഞാൻ വായിക്കുന്നത്. അലക്സ് മൈക്കിളൈഡേസിൻ്റെ ബുക്കായിരുന്നു സൈലന്റ് പേഷ്യന്റ്. ഇറ്റ് വാസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ത്രില്ലർ. എൻ്റെത് മാത്രമല്ല, ഒരുപാട് പേര് ഇഷ്ടപ്പെട്ട ഒരു ബുക്കും കൂടെ ആയിരുന്നു അത്. അപ്പോൾ ആ ഒരു ഓഥറിൻ്റെയൊക്കെ ആയതുകൊണ്ട് തന്നെ എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു ഞാൻ ഫ്യൂറി വായിക്കുന്ന സമയത്ത്. അപ്പോൾ ബട്ട് ഫ്യൂറിയിലെ അറ്റ്മോസ്ഫിയറും ആ ഒരു ഐലൻഡ് ഐസൊലേറ്റഡ് വൈബ്സും ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ബട്ട് നരേഷൻ എനിക്ക് തീരെ ഇഷ്ടമായില്ല. അതുപോലെ ഭയങ്കര ഈസി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റി എന്നെ കൊണ്ട്. അതുകൊണ്ട് എനിക്ക് ഫ്യൂറി അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. ബട്ട് സോ ഫാർ ഐ എം റിയലി ലവിങ് ദ മെയിൻ ക്യാരക്ടർ. ഭയങ്കര റിലയബിൾ ആയിട്ടുള്ള ഒരു നരേറ്ററാണ്. സോ ഇതിലെ മെയിൻ ക്യാരക്ടറാണ് മരിയാന. അപ്പോൾ മരിയാന റീസെൻ്റ് ആയിട്ട് അവൾക്ക് അവളുടെ ഹസ്ബൻഡിനെ നഷ്ടപ്പെട്ടു. അപ്പോൾ അത് കാരണം അവൾ ഭയങ്കര ഗ്രീഫിലാണ്. അപ്പോൾ അവളൊരു തെറാപ്പിസ്റ്റ് കൂടിയാണ്. സോ അവൾ ആ ഒരു പ്രൊഫഷനിലൂടെ അവളും ഹീൽ ചെയ്യാണ്, അവൾ ബാക്കിയുള്ളവരെ ഹീൽ ചെയ്യാൻ സഹായിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾക്കൊരു കോൾ വരുന്നത് അവളുടെ നീസ് സോയിൻ്റെക്കുന്ന്. ആൻഡ് സോയി പറയുന്നത് ഒരു ബോഡി കണ്ടെത്തിയതിനെ പറ്റിയിട്ടായിരിക്കും, ഫോറസ്റ്റിൽ വെച്ചിട്ട് മേർഡേർഡ് ആയിട്ട്. സോ സോയിക്ക് ഒരു സംശയം, അത് സോയിയുടെ ബെസ്റ്റ് ഫ്രണ്ട് താരയാണോ എന്ന്. കാരണം തലേ ദിവസം തൊട്ട് താരനെ പറ്റിയിട്ട് ഒരു വിവരമില്ല, അവള് റെസ്പോണ്ട് ചെയ്യുന്നില്ല ഒന്നിനും. സോ അതുകൊണ്ട് അവൾക്ക് അതൊരു സംശയം. അങ്ങനെയാണ് അവള് മരിയാനനെ വിളിക്കുന്നത് ഈ ഒരു കൺസേൺ പറഞ്ഞുകൊണ്ട്. മരിയാന സപ്പോർട്ടിന് വേണ്ടിയിട്ട് സോയിൻ്റെ അടുത്തേക്ക് പോകണം. സോയി പഠിക്കുന്നത് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലാണ്. സോ അവിടേക്ക് പോകണം ആൻഡ് ടു ഹെൽപ്പ് ഹെർ. അതുപോലെ താരയുടെ ബോഡി ആണോ കിട്ടിയത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവിടെ പോകുമ്പോഴാണ് അറിയാം താര തന്നെയാണ് മേർഡേർഡ് ആയിരിക്കുന്നത്. ആൻഡ് സോയിക്ക് സംശയമുള്ള ഒരു പ്രൊഫസർ ഉണ്ട്. കാരണം സോയിനോട് താര പറഞ്ഞിരുന്നു താരയ്ക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട് ഈ പ്രൊഫസറുമായിട്ട്. ആൻഡ് അത് കാരണം തന്നെ പ്രൊഫസർ എന്നെ കൊല്ലാൻ നോക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിച്ചിരുന്നു. സോ സോയിയുടെ സംശയം ഈ ഒരു പ്രൊഫസറിലാണ്. ആൻഡ് മരിയാന ഈസ് ഡിഗിങ് ഇൻ ടു ഇറ്റ്. സോ ഐ എം റിയലി എൻജോയിങ് ഇറ്റ്. ആ ഒരു മരിയാന ഈ ഒരു കേസിൽ കാണിക്കുന്ന ഇൻട്രസ്റ്റ്, അവളുടെ വേ ഓഫ് ഡിഗിങ് ഇൻ ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓൾസോ ഇതിന്റെ പ്രെമിസ് ബാക്കിൽ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇതിലൊരു സീക്രട്ട് സൊസൈറ്റി ഉണ്ട് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ മർഡർ നടക്കുന്നത് എന്നൊക്കെയാണ് എനിക്ക് മനസ്സിലായത്. ഇതൊരു ത്രില്ലറുമാണ്, അതിൻ്റെ കൂടെ ഡാർക്ക് അക്കാഡമിയ സൈഡും കൂടി ഉണ്ട്. ആ ഒരു ഡാർക്ക് അക്കാഡമിയ വൈബാണ് അടിപൊളി. എനിക്ക് പൊതുവെ ഡാർക്ക് അക്കാഡമിയ ബുക്സ് ഭയങ്കര ഇഷ്ടമാണ്. സോ ഐ എം റിയലി റിയലി എൻജോയിങ് ഇറ്റ്. ഞാൻ കുറച്ച് വായിച്ചിട്ട് ഐ വിൽ ഗിവ് യു ആൻ അപ്ഡേറ്റ്. ബാക്ക് വിത്ത് ആൻ അപ്ഡേറ്റ്. അപ്പം ഞാൻ എന്താ ഇവിടെ എത്തി. ഓൾമോസ്റ്റ് 232 പേജസ് ആയി. ഐ എം ഓൺ പാർട്ട് 4. So far it's fun, it's enjoyable, fast paced ആണ്. I'm curious enough to continue.
അപ്പോൾ ഇതിൽ മെയിൻ ക്യാരക്ടർ മരിയാന അവളുടെ നീസിനെ കാണാൻ വേണ്ടി കാംബ്രിഡ്ജിലേക്ക് വന്നതായിരുന്നു. ആൻഡ് ദെൻ ഷീ ഓവർ സ്റ്റേസ് ദെയർ. കാരണം അതിനുള്ള കാരണം സ്പോയിലറാണ്. ആൻഡ് അവൾ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു ഭാഗമാവാണ്. ഷീ ഈസ് ഡിഗ്ഗിങ് ഇൻ. അങ്ങനെ ഡിഗ് ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രൊഫസറിനോടുള്ള ഒരു ഇതൊക്കെ വരുന്നത്. ആൻഡ് നമ്മുടെ ഈ ബുക്ക് കംപ്ലീറ്റ്ലി ലീഡ് ചെയ്യുന്നത് ഈ ഒരു പ്രൊഫസറിലോട്ടാണ്. സോ ഐ ഡോണ്ട് തിങ്ക് ഹീ ഈസ് എ കില്ലർ. കാരണം ഇറ്റ്സ് ടു ഒബ്വിയസ്. അല്ലെങ്കിൽ ഈ ബുക്ക് മേ ബി അബൌട്ട് വൈ ഹീ ഈസ് ഡൂയിങ് ദാറ്റ്, അങ്ങനെയുള്ള ഒരു ട്വിസ്റ്റ് ആയിരിക്കാം. പക്ഷെ എനിക്കറിയില്ല, മേ ബി വേറൊരു കില്ലർ ആയിരിക്കാം പ്ലോട്ട് ട്വിസ്റ്റ്. സോ എന്തും സംഭവിക്കാം. ആൻഡ് ഈ മരിയാന ഇത് ഡിഗ് ചെയ്യുമ്പോഴാണ് ഈ ഒരു സീക്രട്ട് സൊസൈറ്റീനെ പറ്റി നമ്മൾ കൂടുതൽ അറിയുന്നത്. സോ ഈ ഒരു പ്രൊഫസർ ഗ്രീക്ക് ട്രാജഡിയാണ് പഠിപ്പിക്കുന്നത്. ആൻഡ് ഹീസ് ലൈക്ക് ഭയങ്കര ഫേമസ് ആണ്, ഭയങ്കര ഹോട്ട് ഹാൻസം കൈൻഡ് ഓഫ് പ്രൊഫസർ. ആൻഡ് അവനക്ക് ഒരുപാട് ഒരു ഫാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം തന്നെ ഗേൾസ് ആണ്. ആ ഒരു ഫാൻ ഗ്രൂപ്പാണ് ഇവരുടെ ഈ ഒരു സീക്രട്ട് സൊസൈറ്റി. ആൻഡ് അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് ഈ ഒരു സീക്രട്ട് സൊസൈറ്റീൻ്റെ പേരിൽ എന്നുള്ളതാണ് മരിയാന ഡിഗ് ചെയ്യുന്നത്. ആൻഡ് ഈ സീക്രട്ട് സൊസൈറ്റിനെയാണ് ഈ ഒരു ദ മെയ്ഡൻസ് എന്ന് പറഞ്ഞിട്ട് വിശേഷിപ്പിക്കുന്നത്. സോ ഫാർ ആ ഒരു വൈബ്, ആ ഒരു റിലീജിയസ് ആയിട്ടുള്ള സാക്രിഫൈസ്, റിച്വൽ, എന്താ പറയുക, ഗ്രീക്ക് ട്രാജഡി നൊട്ടേഷൻസ്, ആ ഒരു വൈബിന് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആക്കുന്നുണ്ട്. കാരണം എല്ലാ മേർഡേഴ്സും നടക്കുന്നത് ഈ ഒരു ഗ്രീക്ക് മിത്തോളജി അല്ലെങ്കിൽ ഗ്രീക്ക് ട്രാജഡിയിൽ ഹിസ്റ്ററിയിൽ സംഭവിച്ച ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. ആൻഡ് ദ കില്ലറിന് എന്തായാലും ഈ കാര്യങ്ങളെല്ലാം അറിയാം. ആൻഡ് ഹീ ഈസ് ഡൂയിങ് ദിസ്, എന്താ പറയുക, ഒരു റിച്വൽ കൈൻഡ് ഓഫ് വേല് അല്ലെങ്കിൽ സാക്രിഫൈസ് കൈൻഡ് ഓഫ് വേല്, മേ ബി ഒരു കൾട്ട് രീതിയിലായിരിക്കാം. സോ ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഡാർക്ക് അക്കാഡമി സൈഡ് ഓഫ് ദ ബുക്ക്. ആൻഡ് ട്വിസ്റ്റും ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ ഒരു സൈഡിലാണ്. ഐ ഡോണ്ട് വാണ്ട് ഈ ഒരു കാര്യം നമ്മളെ റീഡേഴ്സിനെ ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള ഒരു കാര്യം ആവണ്ട. സോ ഫാർ ഐ എം ഹാവിങ് സോ മച്ച് ഫൺ. ഞാൻ ഭയങ്കര ഒരു സ്ലംബിലായിരുന്നു. ആൻഡ് ഐ എം കൈൻഡ് ഓഫ് ഗെറ്റിംഗ് ഔട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ ഐ എം റിയലി ഡിഗിങ് ഇൻ. സോ വൺസ് ഐ ഫിനിഷ് ഐ വിൽ അപ്ഡേറ്റ് യു. So I completed The Maidens by Alex Michaelides and this was okay. I loved it. Like the ട്വിസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ട്വിസ്റ്റ് ഭയങ്കര ക്രെഡിബിൾ ആയിട്ട് തോന്നി. ലൈക്ക് ത്രൂ ഔട്ട് ആ ഒരു ബുക്കിൻ്റെ എല്ലാവിധ അറ്റ്മോസ്ഫിയറും വൈബിനും അനുസരിച്ചുള്ള ഒരു ട്വിസ്റ്റായിട്ട് തന്നെയാണ് തോന്നിയത്. സോ ദിസ് വാസ് ഗ്രേറ്റ്. ദിസ് വാസ് എ 4-star read for me. And I had so much fun reading this one. So Silent Patient വെച്ച് നോക്കുമ്പോൾ I think Silent Patient was much more thrilling than this. But ഇതും ഒട്ടും മോശമല്ല. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. നല്ലൊരു ഗുഡ് ത്രില്ലറാണ്. ബട്ട് ഇതിൽ ചില കാര്യങ്ങളുണ്ടായിരുന്നു അത്രയും എന്നെ കൺവിൻസിങ് ആക്കാത്ത. സോ അതെന്ന് പറയുന്നത് ലൈക്ക് ഈ മരിയാനയ്ക്ക് കിട്ടുന്ന കുറേ ഓപ്പർച്യൂണിറ്റീസ്, ലൈക്ക് അവളൊരു തെറാപ്പിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവൾക്ക് ഇവരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ എങ്ങനെയാണ് പറ്റുന്നത്, ലൈക്ക് അത് ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തൊക്കെ പോലെ തോന്നി. അവൾക്ക് കുറച്ചും കൂടെ പ്രിവിലേജ് ഉള്ള പോലെ തോന്നി എല്ലാ കാര്യങ്ങളിലും. സോ അതൊഴികെ ബാക്കിയെല്ലാം വാസ് ഫൈൻ. ഐ എൻജോയ്ഡ് ഇറ്റ്. ലാസ്റ്റ് വൺ അറ്റ് ദ വെഡ്ഡിങ് സ്റ്റാർട്ട് ചെയ്തു. ഐ എം ഓൾമോസ്റ്റ് ഇൻ ദ മിഡ്, ലൈക്ക് ഒരു 152 പേജസ് ആയി. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു ഈ ഒരു ഓത്തറിൽ നിന്ന്. കാരണം ഈ ഓത്തറിൻ്റെ ഹിഡൻ പിക്ചേഴ്സ് വാസ് എ ജെം. ഐ റിയലി ലവ് ദാറ്റ് ബുക്ക്. ആ ഒരു ഡൈനാമിക് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായിരുന്നു. ബട്ട് ഇത് സോ ഫാർ ഭയങ്കര കുറച്ച് ബോറിംഗ് ആയിട്ടാണ് തോന്നുന്നത്. സോ ഇതിലെ മെയിൻ ക്യാരക്ടറാണ് ഫ്രാങ്ക് ഒരു അത്യാവശ്യം ഏജുള്ള ഒരാളാണ്. ഫ്രാങ്കിൻ്റെ മകളാണ് മാഗി. അപ്പോൾ അവർ തമ്മിൽ എന്തോ ഒരു കശപ്പിശ കാരണം അവർ തമ്മിൽ ഇപ്പോൾ സംസാരിക്കുന്നില്ല. കുറച്ച് നാളായി അവർ കണ്ടിട്ടും സംസാരിച്ചിട്ടൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഫ്രാങ്ക് എന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഫ്രാങ്കിനൊരു കോൾ വരുന്നത്. മാഗി ആയിരിക്കും വിളിക്കുന്നത്. അപ്പോൾ ഫ്രാങ്ക് ആകെ സർപ്രൈസ്ഡ് ആവും.
അങ്ങനെ മാഗി പറയും ലൈക്ക് അവള് മാരീഡ് ആവാൻ പോവാണ് കമ്മിങ് ജൂലൈയിൽ. ആൻഡ് അവള് ഇങ്ങനെ കൈൻഡ് ഓഫ് ഇൻവൈറ്റിംഗ് ഹിം ടു കം, അങ്ങനെ ആ ഒരു ലെവലിൽ സംസാരിക്കുമ്പോൾ ഹി വാസ് സോ എന്താ പറയുക, ഭയങ്കര സന്തോഷമാവും, സാറ്റിസ്ഫൈഡ് ആവും. കാരണം അവർ തമ്മിൽ ആ ഒരു എന്തോ ഒരു കാര്യം അവർ തമ്മിൽ നടന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെ അവർ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിന് ഇനിയും ഹോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ബോണ്ട് ഇനിയും സർവൈവ് ചെയ്യും എന്ന് ആലോചിക്കുമ്പോൾ ഫ്രാങ്കിന് ഭയങ്കര ഹാപ്പിയാവും. അങ്ങനെ പിന്നെ ഫ്രാങ്കിനെ ഇൻവൈറ്റ് ചെയ്യും ലൈക്ക് ആ ഒരു സണ്ണില്ലോനെ പരിചയപ്പെടാനൊക്കെ. ആൻഡ് അപ്പോഴാണ് ഫ്രാങ്ക് മനസ്സിലാക്കുന്നത് സണ്ണില്ലോ എന്ന് പറയുന്നത് ഭയങ്കര സൂപ്പർ റിച്ചാണ്. അവിടെയുള്ള ആ നാട്ടിലുള്ള അത്യാവശ്യം ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരാളെ മകനാണ് ഈ സണ്ണില്ലോ. അപ്പോൾ മാരേജ് സംഭവിക്കാൻ പോകുന്നത് ഭയങ്കര ലക്ഷൂറിയസ് വേയിലാണ്. ആൻഡ് എവറിത്തിങ് ഈസ് അവരാണ് ഫണ്ട് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ഫ്രാങ്കിന് എന്തൊക്കെയോ ഒരു സണ്ണിലോയിൽ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നത്. ലൈക്ക് സണ്ണിലോ ശരിക്കും ജെന്യൂൻ ആണോ മാഗിയുടെ അടുത്ത്, എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്ന പോലെയൊക്കെ തോന്നുന്നത്. അപ്പോൾ ഫ്രാങ്ക് ഇത് എന്താണെന്ന് അറിയാൻ കുറച്ച് ഡിഗ്ഗിങ്ങിനാണ്, കുറച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ്. എന്താണ് അവൻ്റെ ഹിസ്റ്ററിയും അവൻ്റെ പാസ്റ്റും അതൊക്കെ ക്ലിയർ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ ഫാർ അതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വെഡ്ഡിങ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് കൂടുതലും ഈ ഒരു വെഡ്ഡിങ് ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻസും ഒക്കെയാണ് കൂടുതലായിട്ടും. അതുകൊണ്ടായിരിക്കാം മേ ബി ബോറിങ്. കാരണം അതിൻ്റെ ആ ഒരു ഫൺ സ്റ്റഫിലോട്ട് എത്തിയിട്ടില്ല. ആ ഒരു ഭയങ്കരമായിട്ടുള്ള ത്രില്ലിങ് കാര്യത്തിൽക്കൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. ഫ്രാങ്കും മാഗിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, പണ്ടുള്ള റിലേഷൻഷിപ്പും അതൊക്കെയാണ്. ബട്ട് എന്താണ് അവരുടെ ആ ഒരു പ്രശ്നം എന്നുള്ളത് ഇതുവരെ റിവീൽ ആക്കിയിട്ടില്ല. അപ്പോൾ മേ ബി അവിടേക്കൊക്കെ എത്തുമ്പോഴേക്കും ഇൻട്രസ്റ്റിംഗ് ആവുമായിരിക്കും. ഈവൻ ദോ വെഡ്ഡിങ്ങിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പൊതുവെ എനിക്ക് ബുക്സ് ഭയങ്കര ഇഷ്ടമാണ്, വെഡ്ഡിങ് തീമുമായിട്ട് എന്താ പറയുക അതിൽ സെറ്റ് ചെയ്ത ബുക്സ്. ബട്ട് ഇത് എനിക്ക് ആ ഒരു ആഘോഷത്തിൻ്റെ ആ ഒരു ഇത് വരുന്നില്ല, ആ ഒരു സെലിബ്രിറ്റീവ് മൂഡ് വരുന്നില്ല. അപ്പോൾ ലെറ്റ്സ് സീ ഹൗ ദിസ് വൺ വിൽ ഗോ. അപ്പോൾ ഒരു അപ്ഡേറ്റ്. അപ്പം ഞാൻ ഇത് ലാസ്റ്റ് വണ്ണായിട്ട് വെഡ്ഡിങ് കംപ്ലീറ്റ് ചെയ്തു. സോ എനിക്കൊരു മിക്സ്ഡ് റിവ്യൂ ആണുള്ളത്. എനിക്കിത് പോയിന്റ് ചെയ്യാൻ പറ്റില്ല എന്തൊക്കെയാണ് സംഭവിച്ചത്, ലൈക്ക് എന്ത് റേറ്റിംഗ് കൊടുക്കണം എന്ന് ഞാൻ തന്നെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. എന്തായാലും ഫസ്റ്റ് ബുക്കിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് എവിടെയും എത്തുന്നില്ല. ഫസ്റ്റ് ബുക്കിലുള്ള ആ ഒരു പാരനോമൽ കൈൻഡ് ഓഫ് തിങ് ഉണ്ടല്ലോ, അത് ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷെ ഇതിൽ അങ്ങനത്തെ ഇതായിട്ടുള്ള ഒന്നുമില്ല. പക്ഷെ ഒരു ഡിഫറെന്റ് ടേക്കാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വെഡ്ഡിങ്ങിലാണല്ലോ, അപ്പൊ ഞാൻ പറഞ്ഞു നിർത്തിയത് അവിടെയാണ്. അതിനുശേഷം ഫ്രാങ്കിന് ഒരു അനോണിമസ് ആയിട്ടുള്ള ഒരു ലെറ്റർ കിട്ടണം ഒരു ഗേളിനെ പറ്റിയിട്ട്. സോ ആ ഒരു ഗേൾ എന്ന് പറയുന്നത് ഈ ഒരു ഫിയാൻസെ, മകളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ എക്സ് ലവർ ആയിരുന്നു. അപ്പൊ ആ ഒരു പെൺകുട്ടി മിസ്സിംഗ് ആണ്. സോ അതിനെ ചുറ്റിപ്പറ്റിയിട്ടൊക്കെ ഫ്രാങ്ക് നോക്കുകയാണ് എന്തൊക്കെയാണ് ശരിക്കും, ഇതൊക്കെ ഉള്ളതാണോ, ശരിക്കും ആരാണ് ഈ ഒരു മിസ്സിങ്ങിന് പിന്നിൽ എന്നുള്ളതൊക്കെ. അപ്പോൾ അവരുടെ ഫാമിലിയുമായിട്ട് ഈ ഒരു മിസ്സിംഗ് ആയ പെൺകുട്ടിയുടെ ഫാമിലിയിലൊക്കെ പോയിട്ട് ഫ്രാങ്ക് ചോദിച്ചറിയുകയൊക്കെ ചെയ്യാണ്. സോ ഫ്രാങ്കിൻ്റെതായ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ, ചില മകളുടെ ഫ്യൂച്ചർ സുരക്ഷിതത്തിലാണെന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു അച്ഛന്റെ കൺസേൺ, അതൊക്കെയാണ് ടോട്ടലി ഈ ബുക്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഫ്രാങ്കിന്റെ ആ ഒരു നിസ്സഹായ അവസ്ഥ, ലൈക്ക് മാരീഡ് ആവാൻ ഇനി 2-3 ഡേയ്സ് ഉള്ളൂ. മാഗി ആണെങ്കിൽ അവളാണെങ്കിൽ സ്മിറ്റൺ ആണ് ലൈക്ക് ഈ ഒരു മാരേജിലും ഈ ഒരു ഇതിലൊക്കെ. അപ്പോ അത് എല്ലാം കൂടെ ആളുടെ കൺസേൺ, പിന്നെ ആള് ഗോയിങ് ത്രൂ വാട്ട് എവർ ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ ബുക്ക് ഹി ഈസ് ഗോയിങ് ത്രൂ എ ലോട്ട്. അപ്പൊ അതൊക്കെ ഈ ഒരു ഫാമിലി ഇമോഷൻസ്, ഈ ഒരു ഇമോഷണൽ ഡ്രാമ, അതായിരുന്നു ഈ ബുക്കിന്റെ മെയിൻ ഫോക്കസ്. സോ എനിക്ക് ഞാനിതിന് 3 സ്റ്റാർ കൊടുക്കാമെന്ന് വിചാരിച്ചത്. ബട്ട് ഒരു ത്രില്ലർ ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു 2 സ്റ്റാറിനുള്ളതേ ഉള്ളൂ. കാരണം ഇതിലുള്ള ഈ പറഞ്ഞ മിസ്സിംഗ് ആയതും പിന്നെ ഈ അച്ഛന്റെ ഡിഗിങ്ങും അതൊന്നും നമ്മളെ ഭയങ്കരമായിട്ട് ക്യൂരിയസ് ആക്കുന്നില്ല. ഈവൻ ദോ ലൈക്ക് അതിൽ ഒരുപാട് ട്വിസ്റ്റുകൾ ഉണ്ടെങ്കിലും ഈ ട്വിസ്റ്റ് ഒന്നും അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി നമുക്കില്ല. ബിക്കോസ് നമുക്ക് തന്നെ അറിയാം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. പിന്നെ ട്വിസ്റ്റിന്റെ ഒരു ആവശ്യം അവിടെ ഉണ്ട് എന്ന് അറിയില്ല. ബട്ട് ചെറിയ ചെറിയ ട്വിസ്റ്റുകളാണ്, ചിലതൊക്കെ ഓക്കെയാണ്. ബട്ട് ആ ഒരു ട്വിസ്റ്റ് ഒന്നും വലിയ സ്റ്റോറിക്ക് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്നില്ല. ഞാൻ 3 സ്റ്റാർ കൊടുക്കാൻ കാരണം ഇതിൽ ആ ഒരു ഫാമിലി ഇമോഷണൽ കാര്യങ്ങൾ എന്നെ ടച്ച് ചെയ്തതുകൊണ്ടാണ്. ഈ ഒരു ഫാദർ
ഡോട്ടറിനോടുള്ള ഒരു കൺസേൺസ്, അവർ ഗോയിങ് ത്രൂ ചെയ്ത കാര്യങ്ങൾ, പിന്നെ അതുപോലെ ആ ഒരു ടച്ചിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ 3 സ്റ്റാർ കൊടുത്തത്. അല്ലെങ്കിൽ ഇതൊരു 2 സ്റ്റാറിന് വേർത്തി ആയിട്ടുള്ള ഒരു ബുക്കാണ്. ബിക്കോസ് ത്രില്ലർ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ഇതിൽ കാര്യമായിട്ട് ത്രില്ലിംഗ് ആയിട്ട് ഉള്ള ഇതൊന്നും ഇല്ല. മിസ്റ്ററി ഉണ്ടെങ്കിലും ഇതൊരു ലിറ്റററി ഫിക്ഷൻ ഫീലാണ്. അപ്പോൾ മെയ്ഡന് ഞാൻ വായിച്ച സമയത്ത് ഐ ഹാഡ് ലോട്ട്സ് ഓഫ് ഫൺ. രണ്ടിലും തന്നെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയത് ഇതുപോലെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ അവരുടെ ഫാമിലിക്ക് വേണ്ടി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതാണ് എനിക്ക് രണ്ടിലും ഭയങ്കര സിമിലർ ആയിട്ട് തോന്നി, 2 ബുക്കിലും. ബട്ട് എനിക്ക് തോന്നുന്നു മെയ്ഡനിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നു കുറച്ചും കൂടെ പ്രൊഫഷണൽ. ഇത് കുറച്ചും കൂടെ ഇമോഷണൽ കൈൻഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നു. എനിക്ക് ഈ മെയ്ഡനിലുള്ള ആ ഒരു ഡാർക്ക് അക്കാഡമി അതൊക്കെ കുറച്ചും കൂടെ വർക്കായി. സോ അതൊരു 4 സ്റ്റാർ ആൻഡ് ദിസ് വൺ ഇസ് എ 3 സ്റ്റാർ. അപ്പോൾ ഇനി അടുത്ത തവണ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നല്ല ബുക്സ് കിട്ടട്ടെ, ലൈക്ക് ഒരു 5 സ്റ്റാർ ബുക്സ് ഒക്കെ കിട്ടട്ടെ. സോ കീപ് കമന്റിങ് ഗുഡ് ബുക്സ്, കീപ് കമന്റിങ് ദ ബുക്സ് യു ഹാവ് ഗിവൺ 5 സ്റ്റാർസ്. അത് എനിക്ക് 5 സ്റ്റാർസ് ആവണമെന്നില്ല, ബട്ട് സ്റ്റിൽ ഐ ലവ് ദിസ്, ഐ ലവ് ഡൂയിങ് ദിസ്. എന്റെ ചാനലിൽ ഞാൻ ബുക്ക് റിവ്യൂസ്, ബുക്ക് റെക്കമെൻഡേഷൻസ് ഒക്കെയാണ് ചെയ്യാറ്. സോ ഇഫ് യു ലവ് മൈ കോണ്ടന്റ്, പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. And I will see you with another one. Till then, bye bye and take care.